Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കവേ പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. ബംഗാളിലെ മുഴുവൻ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി അറിയിച്ചു. പഞ്ചാബിൽ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി. സഖ്യത്തിലെ ആശയക്കുഴപ്പം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച ഫലം കണ്ടില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു. താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തള്ളി. 42 സീറ്റുകളും തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാൻ നേതാക്കളോടും പ്രവർത്തകരോടും മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. മമതയുടെ ദയയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് അധുരൻ ചൗധരി പ്രതികരിച്ചതിന് പിന്നാലെയാണ് മമതാ ബാനർജി നിലപാട് ഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും TMC അധ്യക്ഷൻ വ്യക്തമാക്കി. പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചു. 13 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക ആം ആദ്മി പാർട്ടി തയ്യാറാക്കി. बंगाल च ममता बनर्जी ने कहता फिर तुसी की कहोगे हुण देश में पंजाब बनेगा हीरो। 2024 में लोकसभा चुनाव में आम आदमी पार्टी के पक्ष में 13-0 वो हो सकता है कोई उनके साथ बातचीत चल रही हो उस लेवल पे, लेकिन पंजाब में हम ऐसा नहीं करने वाले. पंजाब में कांग्रेस से हमारा ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. മമത ഇല്ലാത്ത ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാവാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷേ മമതാജി ഞങ്ങളുടെ സീനിയർ നേതാവാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇന്ത്യ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാവരും ബംഗാളിൽ ന്യായയാത്രയുടെ ഭാഗമാകും എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി. ഇന്ത്യയിൽ മമതയുണ്ടോ എന്നതാണ് ചോദ്യം. സുജയ പാർവതി, ഇന്നത്തെ സംഭവവികാസങ്ങളിൽ പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനാവുന്നത്? മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുമോ? ഇന്ത്യ മുന്നണിയിൽ ബംഗാളിൽ ഒരു സീറ്റ് ധാരണയിലേക്ക് പോകില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി. അത് കോൺഗ്രസ് എന്നല്ല, ഒരു കക്ഷിയെയും താൻ അടുപ്പിക്കുന്നില്ല. ഒറ്റയ്ക്ക് മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. 42 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് BJPയോട് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റെണ്ണം കൂട്ടാനായി തീരുമാനിച്ചിരിക്കുന്നു. അതാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസുമായി താൻ ഒരു തരത്തിലും ചർച്ചകൾ നടത്തിയിട്ടില്ല. ഐ ഹാഡ് നോ ഡിസ്കഷൻസ് വിത്ത് കോൺഗ്രസ് എന്നാണ് മമതാ ബാനർജി കൃത്യമായി പറഞ്ഞത്. പിന്നെ തനിക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ തേടേണ്ടത് എന്ന ചോദ്യം ന്യായമായും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ബംഗാളിലെ സാഹചര്യത്തിൽ കൃത്യവുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമാണ് അവിടെ കോൺഗ്രസിന് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസിനെ കൂടെ കൂട്ടിയത് കൊണ്ട് തനിക്ക് എന്ത് പ്രയോജനം? പിന്നീടുള്ള ഒരു ബാർഗനിങ് പവർ കുറയുകയല്ലാതെ എന്ത് പ്രയോജനം എന്ന് മമത ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അതിൽ ഒരു മഞ്ഞുരുക്കത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകൾ എവിടേക്കെങ്കിലും എത്തിക്കാനായിട്ടുള്ള ഒരു 6 വേണ്ട 4 ആയാലും മതി എന്നൊക്കെ കോൺഗ്രസ് പറയാൻ തയ്യാറാണ്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് മമത തയ്യാറല്ല എന്നതാണ് മമതാ ബാനർജിയുടെ പ്രതികരണത്തിൽ നിന്നും തൃണമൂൽ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. പ്രദീപ് ഭട്ടാചാര്യ ബംഗാളിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. പ്രദീപ് ഭട്ടാചാര്യ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര വരുന്നതിനെ പറ്റി തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. തങ്ങൾ ആരും അതിൽ പങ്കെടുക്കാനും പോകുന്നില്ല, അതുമായി സഹകരിക്കാനും പോകുന്നില്ല എന്ന് വ്യക്തമായി ഒരു മുതിർന്ന നേതാവ് തന്നെ എല്ലാവരെയും ക്ഷണിച്ചുവെന്ന് പ്രദീപ് ഭട്ടാചാര്യ പറയുമ്പോൾ പ്രദീപ് ഭട്ടാചാര്യയോട് തൃണമൂൽ കൊടുക്കുന്ന മറുപടിയാണിത്. ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങളാരും വരാനും പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം ഈ ന്യായയാത്രയുമായി കണക്ട് ചെയ്ത ഒരു കാര്യം പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. ന്യായയാത്ര നാളെ ഇപ്പോൾ ബംഗാളിൽ എത്തുന്നുണ്ട്. പക്ഷേ നാളെയേക്കാൾ പ്രാധാന്യം ഞാൻ കാണുന്നത് ജനുവരി 31-നാണ്. ജനുവരി 31-നാണ് ബംഗാളിലേക്ക് ബീഹാറിൽ പോയതിനു ശേഷം വീണ്ടും എത്തുകയാണ് ന്യായയാത്ര. അപ്പോൾ പോകുന്നത് മാൽഡയും മുർഷിദാബാദും ഒക്കെ വഴിയാണ്. അത് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡാണ്. ആ കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തരത്തിലുമുള്ള ഒരു സഹകരണം ഉണ്ടാകില്ല എന്ന് തൃണമൂൽ പറയുകയാണ്. അതായത് സഖ്യത്തിലേക്കില്ല എന്നതിന്റെ കൃത്യമായ ഒരു മറുപടിയായി വരികയാണ്. അപ്പോൾ ഒരു ടൈപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമായിരിക്കും. പക്ഷേ അതൊരു പാൻ ഇന്ത്യൻ അലയൻസ് എന്ന രീതിയിൽ ഒരു പോസ്റ്റ്പോൾ, ഒരു സാധ്യത മാത്രമായിട്ടാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒന്നിച്ച് മത്സരിക്കാനുള്ള വഴികളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചാബ് എടുത്താൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടേതും അതേ സ്റ്റാൻഡ് തന്നെയാണ്. ഭഗവന്ത് മാൻ അവിടുത്തെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, 13 സീറ്റിലും ഞങ്ങൾ ഒന്നിച്ച് മത്സരിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളത്.
ഇതിലിപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുമെന്നൊക്കെ കെ സി വേണുഗോപാൽ പറയുന്നത് ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതിൽ മമതാ ബാനർജി പ്രതിപക്ഷ മുന്നണിയുടെ ഒരു മുഖമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ മമതയുടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മമത നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അത് നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നതുകൂടി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ മമതാ ബാനർജിയുടെ പേര് പോലും ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ടാകാം ഒരു പക്ഷേ പുറത്തേക്ക് വന്നത് മുഴുവൻ നിതീഷ് കുമാർ, മല്ലികാർജ്ജുൻ ഖാർഗെ ഈ രണ്ട് പേരുകളിൽ തട്ടി നിൽക്കുകയായിരുന്നു. മമത തന്നെ ഖർഗെയുടെ പേര് പറയുന്നുണ്ട്. നിതീഷ് കുമാർ ഇപ്പോൾ കുറച്ചുകൂടി മോദിയോട് അടുക്കുന്നതിന് ചില സൂചനകളൊക്കെ കാണുന്നുണ്ട്. ബീഹാറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിതീഷ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നതറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കോൺഗ്രസിന് ബംഗാളിലെ പെർഫോമൻസ് മോശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2014 4, 2019 2, 2024 ഒരുപക്ഷെ 0 ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മമത വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്, റിസ്ക് എടുക്കേണ്ടതില്ല എന്ന് മമത തീരുമാനിച്ചതാകാനാണ് ബംഗാളിലെ സാഹചര്യം എന്നാണ് ഞാൻ കരുതുന്നത്. കുനാൽ ഘോഷ്, തൃണമൂലിൻ്റെ വക്താവ് കുനാൽ ഘോഷ് പറഞ്ഞത് ഒരു അൺജസ്റ്റിഫൈഡ് ബാർഗൈനിങ് ആണ് കോൺഗ്രസ് നടത്തുന്നത്. 6 അവസാനം എത്തിനിന്ന ഒരു നമ്പർ. അപ്പോൾ 6 പറ്റില്ല. ആദ്യം 10 ചോദിച്ചു, പിന്നീട് 6 എത്തി. 4 പോലും തൃണമൂൽ വഴങ്ങാൻ പോകുന്നില്ല എന്നത് അവിടെ കുനാൽ ഘോഷ് വ്യക്തമായി പറയുന്നു. ഇവിടെ BJPയുടെ ഒരു സാധ്യത കൂടി നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ 2019 അവർക്ക് എല്ലായിടത്തേക്കും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സുഗാന്ത മജുംദാർ കൃത്യമായി മമതയുടെ സ്ട്രോങ് ഹോൾഡ്സിൽ അവിടെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ വർഷമേ തുടങ്ങി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു മെഷീനറിയായി അവരവിടെ മാറ്റിയിരിക്കുകയാണ്. അത് മമത തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കടന്നു ചെന്ന് ആക്രമിക്കുന്ന ശൈലി അവർ ഇത്തവണ എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ തവണ കിട്ടിയ 22 തന്നെ നിലനിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുക, പരമാവധി സീറ്റുകൾ ഇത്തവണ നേടുക എന്നതാണ് മമതയുടെ ലക്ഷ്യം. 18 നിലനിർത്താൻ കഴിയില്ല BJPക്ക് എന്നൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 18 അല്ല, അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവരവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിതീഷ് കുമാർ ഒരു 1 സ്റ്റെപ്പ് ഔട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഖിലേഷ് യാദവ് ഒരു ഓൾറെഡി ഗോൺ എന്ന സിറ്റുവേഷനാണ്. മമതാ ബാനർജി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുമതിയോടെയാണ് ഭഗവത് മാൻ 13 ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആം ആദ്മിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മൊമെന്റിലാണ്. ന്യായയാത്ര ഇങ്ങനെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഓളമല്ലാതെ മുന്നണിക്കൊരു ഓളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് പിടിവാശി കാണിച്ചു എന്നൊക്കെ ആം ആദ്മി പറയുന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. കാരണം ഡൽഹി യോഗത്തിലൊക്കെ കോൺഗ്രസ് വളരെ ഫ്ലെക്സിബിളായുള്ളൊരു അപ്രോച്ചാണ് അരവിന്ദ് കെജ്രിവാളുമായി ഖർഗെയുടെ വസതിയിലെ കൂടിക്കാഴ്ചയിലൊക്കെ എടുത്തത്. പക്ഷേ എല്ലാവരും അവരവരുടെ ഒരു നേട്ടം എന്ന രീതിയിലേക്ക് ഒരു സെൽഫിഷ് മോട്ടീവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ കാണുന്നത്. മമത മുന്നണിക്ക് പുറത്താണ്. നികേഷ് കുമാർ, സമയമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഓരോ സ്ഥലത്തെയും സ്വാധീനമനുസരിച്ച് വേണം സീറ്റ് വിഭജനം എന്നുള്ള ഒരു പ്രാഥമിക ഘട്ടത്തിൽ ആ രൂപത്തിൽ ചർച്ചകൾ പോയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ ആവശ്യപ്പെടുന്നു കോൺഗ്രസ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ. പക്ഷേ ആ നിലയിലൊരു ഇപ്പോൾ മമത ആഞ്ഞടിച്ചതുപോലെ ആഞ്ഞടിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ആയിട്ടില്ല. കാരണം ആ നിലയിലുള്ളൊരു സീറ്റ് വിഭജനം ഘട്ടം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മമത ഇന്ന് പറയുന്നത് എന്താണ്? 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസിനോടൊരു പ്രപ്പോസൽ വെച്ചു, അവരത് റിജക്റ്റ് ചെയ്തു. കോൺഗ്രസ് ന്യായയാത്രയിലേക്ക് ക്ഷണിച്ചിട്ടില്ല, മര്യാദയ്ക്ക് പോലും. ഞാനാണ് ഇന്ത്യ എന്ന പേര് കോയിൻ ചെയ്തിട്ടുള്ളത്, പക്ഷേ മീറ്റിങ്ങിന് പോകുമ്പോൾ CPM ആണത് നിയന്ത്രിക്കുന്നത്. ശരിയാണ്, കോൺഗ്രസിന് 2 സീറ്റ് കൊടുക്കാം എന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് 12 സീറ്റ് വരെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു മധ്യമാർഗം ഉണ്ടല്ലോ. സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒന്നും ഇതുവരെ സീറ്റ് വിഭജനത്തിലേക്ക് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി പോലും എത്തിയിട്ടില്ല. ആ ഘട്ടത്തിൽ ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും തമ്മിലുള്ളൊരു തലത്തിൽ ചർച്ച, അല്ലെങ്കിൽ അധീർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും പോലും എത്തിയിട്ടുണ്ടാവില്ല. ആ പാർട്ടിയിലെ ഏതെങ്കിലുമൊക്കെ ബംഗാൾ നേതാക്കളും ഒക്കെ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഈ പറയുന്ന ഓഫർ വന്നിട്ടുണ്ടാവുക, അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താനിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കടുത്ത വാക്കുകൾ മമതാ ബാനർജി ഉപയോഗിക്കുന്നത് ദുരൂഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇന്ന് മമതാ ബാനർജി കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരുടെ കൂടെ നിൽക്കണമെന്ന് തീരുമാനിക്കാം എന്ന്. എന്നുവെച്ചാൽ ഇപ്പോൾ നിലവിലാകെ 2 മുന്നണികളല്ലേ ഉള്ളൂ. ഒന്ന് NDA, 2 ഇന്ത്യ മുന്നണി. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മമതാ ബാനർജി ഈ 2 മുന്നണികളിലൂടെ ആരുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമാണോ? അങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന ഉത്തരം, ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് ബംഗാളിലാണ്. മന്ത്രിമാർക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും. മമത സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന ഒരു നിരീക്ഷണം
അവിടെ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അന്വേഷണം തണുപ്പിക്കാനാണ് നീക്കം എന്നുള്ളത്. എന്തിനാണ് അന്വേഷണം തണുപ്പിക്കാൻ വേണ്ടി മമത ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2021, 2023 രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ളത്. 2021 കോൺഗ്രസും ലെഫ്റ്റും ചേർന്നുള്ള സഖ്യത്തിന് 10% വോട്ടാണെങ്കിൽ 2023 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ റിഗ്ഗിംഗ് നടന്നിട്ടും 20% വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ഒരു ത്രികോണ മത്സരം സാധ്യമാക്കാൻ കഴിയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു ത്രികോണ മത്സരം 2024 ഉണ്ടാവുകയാണ് എങ്കിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസും ലെഫ്റ്റും കോൺഗ്രസും ചേർന്ന സഖ്യവും BJPയും മത്സരിക്കുകയാണെങ്കിൽ നല്ല ന്യൂനപക്ഷ സാന്നിധ്യമുള്ള സംസ്ഥാനമാണല്ലോ ബംഗാൾ. ആ ന്യൂനപക്ഷ സീറ്റുകളൊക്കെ തന്നെയും BJP കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ലെഫ്റ്റിനും കോൺഗ്രസിനും, പ്രത്യേകിച്ച് കോൺഗ്രസിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് കളമൊരുക്കുകയാണോ? ഇന്നിപ്പോൾ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത് 2021 ബൈനറി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു പോളറൈസേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരംഗം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത് മമതയും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ, അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാവുകയാണ് എങ്കിൽ മമതയ്ക്ക് കുറേ സീറ്റ് കിട്ടും. നേരത്തെ BJPക്ക് കിട്ടിയിട്ടുള്ള ആ സീറ്റുകൾ നിലനിർത്താൻ BJPക്കും സഹായിക്കും. പരസ്പരം കൊടുക്കൽ വാങ്ങലാണ് മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത് എന്നാണ് അധീർ രഞ്ജൻ ചൗധരിയും സ്വാഭാവികമായും മമത പറഞ്ഞതുപോലെ തന്നെ കടത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള സീറ്റുകൾ നിലനിർത്താനാവുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ നേട്ടമായിരിക്കും. കാരണം 2019 BJP അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് 18 സീറ്റുകൾ നേടിയിട്ടുള്ളത്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള ശ്രമം നടത്തി, പക്ഷേ പൊളിഞ്ഞുപോയി. പിന്നീട് BJPക്ക് ഇനി ഒരിക്കൽ പോലും ബംഗാളിലേക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. കാരണം ബംഗാളിൻ്റെ ഒരു ഘടന ആ നിലയിലല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം BJP പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും മൂന്നാമത്തെ ശക്തി മുന്നോട്ട് പോയി ഏതാണ്ട് രണ്ടാം ശക്തിയോട് അടുത്തു നിന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ ചിത്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ജനുവരി 19 മമതാ ബാനർജി പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നിതീഷ് കുമാറിനെ കൺവീനറാക്കുന്നത് സ്റ്റോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നിതീഷ് കുമാർ ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൺവീനർ ആകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കോൺഗ്രസുമായിട്ടുള്ള ഒരു അകൽച്ച മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, നിതീഷ് കുമാറിനെ പോലുള്ള ഒരു പ്രാദേശിക നേതാവുമായിട്ടുള്ള അകൽച്ച പോലും മമത പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മമതയുടെ നീക്കം ദുരൂഹമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. BJPയുമായി ഒത്തുകളിക്കുകയാണോ, BJP സ്ക്രിപ്റ്റിലാണോ മമത ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്? ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം നടന്നാൽ നടന്നു, ആസ് ഫാർ ആസ് പോസിബിൾ എന്നുള്ള നില ആണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ആസ് ഫാർ ആസ് പോസിബിളിൽ അവസാന ദിവസം നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ സാധ്യതകൾ പരിശോധിക്കേണ്ടിടത്ത് നോക്കൂ, തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കോൺഗ്രസ് ഭാരത് ന്യായ് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഇനിയില്ല എന്നുള്ള നിലയിൽ അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ദുരൂഹമാണ് എന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഏതായാലും അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടി. ഈ രണ്ട് പാർട്ടികളും, മമതയും ആം ആദ്മി പാർട്ടിയും, വിശ്വസിക്കാനാകാത്ത പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇന്ത്യ മുന്നണിയുടെ പ്രിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആം ആദ്മിയും മമതയും ഒരു കാലഘട്ടത്തിലും, മമത നേരത്തെ BJPയുടെ കൂടെ അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയാണെങ്കിൽ BJPയെ മോക്ക് ചെയ്ത് ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. ഈ രണ്ട് പാർട്ടിയെയും വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലൊരു കോട്ടമുണ്ടാകും തോന്നുന്നില്ല. പക്ഷേ ഈ നിലയിലുള്ള പ്രശ്നങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ആ ഡാമേജ് പരിഹരിക്കാൻ വേണ്ടി ഇനിയൊരു എക്സ്ട്രാ മൈൽ നടക്കേണ്ടി വരും കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികളെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് മമത ഒരു പ്രഷർ ടാക്ടിക്സ് എടുക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ BJPയുമായി NDAയുമായി സഹകരിച്ചിട്ടുണ്ട് എങ്കിലും പിന്നീട് കേന്ദ്രത്തിനെതിരെ EDക്കെതിരെയൊക്കെ തെരുവിലിറങ്ങിയ സമരം ചെയ്ത മമതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വിഷയങ്ങളിലും BJPക്കെതിരെ ഞങ്ങളാണുള്ളത്, തൃണമൂലാണ് നിൽക്കുന്നത് എന്നുള്ള പ്രതികരണം പലപ്പോഴും മമത നടത്തിയിട്ടുണ്ട്. അത് ആ സമരങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ UP മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുള്ള സ്ഥലമാണ്. അവിടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഞങ്ങൾക്കാണ് കൂടുതൽ, 48% വോട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ വളരെ താഴെയുള്ള കോൺഗ്രസിന്
ഈ ആവശ്യപ്പെടുന്ന അത്രയും സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു യാഥാർത്ഥ്യം അവരുടെ മുന്നിൽ നിൽക്കുന്നു. അതേസമയം CPM-നോടുള്ള വിരോധം മമതയ്ക്ക് കോൺഗ്രസിനോടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അധീർ രഞ്ജൻ ചൗധരി സ്വാഭാവികമായി അവിടുത്തെ സാഹചര്യത്തിൽ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുകയും പ്രകോപിക്കുകയും ചെയ്യുന്നുണ്ട് മമതയെ. ഇപ്പോൾ അപ്പുറത്ത് ആപ്പിൻ്റെ കാര്യത്തിലും അവിടെയാണ് അതാണ് കാണുന്നത്. കേജ്രിവാൾ അല്ലല്ലോ, പഞ്ചാബ് മുഖ്യമന്ത്രിയാണല്ലോ പ്രതികരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രാദേശികമായ സാഹചര്യം വെച്ച് അങ്ങനത്തെ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഈ മുസ്ലിം വോട്ട് തൃണമൂലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഈ സാദർ ദിഗി എന്ന സ്ഥലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ അന്ന് അവിടെ കോൺഗ്രസ് വിജയിച്ചിരുന്നു. അപ്പോൾ അവർ സാഹചര്യം മുന്നിൽ കാണുന്നു. അപ്പോൾ അത് വല്ലാതെ ഭയപ്പെടുത്തി. അതിനുശേഷം ഈ വിജയിച്ച സ്ഥാനാർത്ഥിയെ ബൈരൺ വിശ്വാസിനെ തൃണമൂലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മമത. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് 5000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തെ തങ്ങളുടെ ഭാഗത്തേക്കാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അന്ന് മമത നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ പൂർണ്ണമായും പിണക്കിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു പ്രഷർ ടാക്ടിക്സ് ആയിരിക്കണം. ഈ പറഞ്ഞതുപോലെ ദേശീയ നേതൃത്വമായിട്ടുള്ള ചർച്ച നടന്നിട്ടില്ല. അപ്പോഴും ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത് മമതയാണല്ലോ. നേരത്തെ നിതീഷിനെ വെട്ടാൻ നോക്കി, പക്ഷേ ഖാർഗെയുടെ പേര് നിർദ്ദേശത്തിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിലും കോൺഗ്രസ് നേതാവിനെയാണല്ലോ നിർദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി പൂർണ്ണമായ ഒരു ഭിന്നത എന്നൊരു തീരുമാനത്തിലേക്ക് മമത പോകുമെന്ന് തോന്നുന്നില്ല. ഇതിനേക്കാൾ ഒരുപാട് കേസുകൾ ഉണ്ടായ ഘട്ടമുണ്ടായിട്ടുണ്ടല്ലോ. മമത ഏതൊക്കെ രൂപത്തിൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് തൃണമൂലിനെ. അപ്പോൾ അന്നൊന്നും വഴങ്ങാതിരുന്ന മമത ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ രൂപത്തിൽ BJP-യുമായി അടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പ്രഷർ ടാക്ടിക്സ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ള കാര്യം അവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ 6 എന്നൊക്കെ പറയുന്നത് അധീർ രഞ്ജൻ ചൗധരിയാണ്. അത് ഈ പറഞ്ഞ പോലെ 2ൽ നിന്ന് 3 ആയാലും ചിലപ്പോൾ പക്ഷേ 4 ആയാലും സഹകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോൾ അപ്രതീക്ഷിതമായിരുന്നില്ല ഈ പറയുന്ന തർക്കങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ച തർക്കങ്ങൾ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം പ്രധാനമായും ഇന്ത്യ മുന്നണിയിൽ സീറ്റ് തർക്കം സംഭവിക്കാൻ സാധ്യതയുള്ള 3 സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ കരുതിയിരുന്നത്. 4 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഏറെക്കുറെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് ഉത്തർപ്രദേശാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ തർക്കം കോൺഗ്രസും അഖിലേഷ് യാദവുമായിട്ടുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. അത് സംഭവിച്ചു. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും കോൺഗ്രസുമായി തർക്കമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതവിടെ സംഭവിച്ചു. പഞ്ചാബിൽ ഭഗവത് മാനുമായി തർക്കമുണ്ടാകും, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി തർക്കമുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പം പ്രതീക്ഷിച്ച ഒരു സെനാറിയോ തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പക്ഷേ അത് എൻഡ് ഓഫ് ദ റോഡാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം ഇന്ന് തന്നെ മമതാ ബാനർജി, ഇപ്പം നികേഷ് കുമാർ ഇവിടെ ഉദ്ധരിച്ചതുപോലെ മമതാ ബാനർജി പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസൽ വെച്ചപ്പോൾ ആ പ്രപ്പോസൽ ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളയാണ് ചെയ്തത്. റൈറ്റ് അവേ തള്ളിക്കളയുകയായിരുന്നു. അതെന്താ പ്രപ്പോസൽ? 2 സീറ്റ് തരാം എന്നുള്ളതാണ് ആ പ്രപ്പോസൽ. അതായത് ഓൾറെഡി 2 സീറ്റിൽ കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുണ്ട്. ആ 2 സീറ്റിൽ നിങ്ങൾ മത്സരിച്ചോളൂ, ബാക്കി 40 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും എന്നുള്ളതാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത്. ഒരു സംഭാഷണം ആരംഭിക്കുക, പ്രത്യേകിച്ച് ഒരു അപ്പർ ഹാൻഡുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക്. ആ സംസ്ഥാനത്ത് അവർക്ക് ആ സംസ്ഥാനം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവിടുന്ന് ചർച്ച ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു 300 സീറ്റ് മത്സരിക്കുന്നുണ്ടല്ലോ രാജ്യത്ത്, മത്സരിച്ചോളൂ, ബാക്കിയുള്ളവ സഖ്യകക്ഷികൾക്ക് വിട്ടുതരൂ. അപ്പോൾ ഇവിടെ ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അത് ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. രാഹുൽ ഗാന്ധി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനും മമതാജിയായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. ജയറാം രമേശ് പറഞ്ഞത് മമതയില്ലാത്തൊരു ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ വിട്ടുവീഴ്ച സ്വാഭാവികമായിട്ടും സംഭവിക്കും, ചർച്ചകൾ സംഭവിക്കും. എവിടെയാണ് ഇപ്പോൾ 4 or 5 സീറ്റുകളിലേക്കൊക്കെ എത്തിച്ചേരും. 4 or 5 സീറ്റുകളിലേക്ക് എത്തിച്ചേരും എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം നമുക്ക് NDAയുടെ ഭാഗമായിട്ട് മമതാ ബാനർജി വരും എന്ന് വിചാരിക്കാനേ കഴിയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ BJP-യെയാണ്. അവിടെ ഇപ്പം ആകെപ്പാടെ ഒറ്റ ഒപ്പോസിഷൻ പാർട്ടിയേ ഉള്ളൂ. 77 സീറ്റുമായിട്ട് 294 അംഗ നിയമസഭയിൽ BJP-യാണ് പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനൊരു പാർട്ടിയുമായിട്ട് മത്സരം സംസ്ഥാനത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല NDAയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മമതാ ബാനർജിക്ക് മാറാൻ കഴിയുമെന്ന്. അതൊരു സവിശേഷമായ ബംഗാൾ സാഹചര്യമാണ്. മാത്രമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഇവിടെ വന്ന് BJP-ആയിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, 2014 തൃണമൂൽ കോൺഗ്രസ് വലിയ വിജയമാണ് ബംഗാളിൽ നേടിയത്. 32 സീറ്റാണ്, 42 സീറ്റിൽ 32 സീറ്റാണ് ബംഗാളിൽ നേടിയത്. 2019 വരുമ്പോൾ 10 സീറ്റ് കുറഞ്ഞ് 22 സീറ്റിലേക്ക് വന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 32-ൽ നിന്ന് 22-ലേക്ക് വീഴുന്നു എന്നതിനേക്കാൾ വലിയ കാര്യം 2014 2 സീറ്റിൽ നിന്ന്
2019 എത്തുമ്പോൾ BJP NDA 18 സീറ്റുകളിലേക്ക് വിജയിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2014 കേവലം 17% BJPയുടെ വോട്ട് ഒറ്റയടിക്ക് 39% വർദ്ധിക്കുകയാണ്. അത്രയും വലിയൊരു ഗ്രോത്ത് BJP മറ്റൊരു സംസ്ഥാനത്തും കാണിച്ചിട്ടില്ല. ആ വലിയ ഗ്രോത്താണ് 2019 BJP കാണിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ശ്രീ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 2021 വീണ്ടും ആ വിജയം ആവർത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. 77ഓളം സീറ്റുകൾ നേടിയിട്ട് അവർ വരുന്നുണ്ട്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ആ ശക്തി അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ മമതാ ബാനർജി നേരിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പല അഴിമതി ആരോപണങ്ങളും ആ സർക്കാർ നേരിടുന്നു. അപ്പം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സർക്കാർ വിരുദ്ധ തരംഗം നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് അവിടെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലം നോക്കൂ, അവിടെ CPM അതിൻ്റെ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയായി ബംഗാളിൽ വരേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. എന്നു മാത്രമല്ല ഈ പറയുന്ന നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ഷെയർ കൂടി വേണം. പിന്നെ TMCക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടി വരികയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന അതിനോടൊപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകളും ഒക്കെ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബംഗാളിൽ. ആ ന്യൂനപക്ഷ വോട്ട് എങ്ങനെയാണ് സംഭവിക്കുക? 3 ഭിന്നിച്ചു പോകും. 27%. അതാണ്, അത് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകും, അത് കോൺഗ്രസിലേക്ക് പോകും, CPMലേക്ക് പോകും. നമ്മൾ ഈ 2014 2019 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ CPM നിന്നുള്ള വോട്ടുകൾ ഒറ്റയടിക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയിട്ടില്ല. അത് നല്ലൊരു ശതമാനം BJPയിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു സഖ്യകക്ഷിയായിട്ട് ബംഗാളിൽ ആവശ്യമായിട്ട് വരും തൃണമൂൽ കോൺഗ്രസിന്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുന്നോട്ടുള്ള ഘട്ടത്തിൽ ആ ചർച്ച വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് മമതാ ബാനർജി ഒരു ഒബ്സ്റ്റക്കിൾ ആകാൻ സാധ്യതയില്ല. രണ്ടാമത്തത് പഞ്ചാബിലെ പ്രശ്നമാണ്. പഞ്ചാബിൽ അവരിപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഡൽഹിയാണ് പ്രധാനം. ഡൽഹിയിൽ കോൺഗ്രസ് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പഞ്ചാബിൽ കോൺഗ്രസിനോടുള്ള ആം ആദ്മി പാർട്ടിയുടെ സമീപനം. അത് ഒരു പ്രഷർ പ്രാക്ടീസായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ടല്ല ഈ ഭഗവത് മാൻ പറയുന്നത് 13 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുമെന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് ഭഗവത് മാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ 13 സീറ്റുകളും ആം ആദ്മി പാർട്ടി നേടും എന്ന് പറഞ്ഞു. ആം ആദ്മി പാർട്ടി 13 സീറ്റുകളും പിന്നെ പഞ്ചാബിൽ നേടും എന്ന് പറഞ്ഞാൽ ആകെ 13 സീറ്റേ അവിടെ ഉള്ളൂ. അത് നേടും എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? 13 സീറ്റിൽ ഒരു മത്സരിക്കുന്നതാണ്. അതേ സാധനം തന്നെയാണ് ഇന്ന് ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ അതും ഒരു പ്രഷർ പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. ഇല്ല, കേജ്രിവാൾ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ കേജ്രിവാൾ നിർബന്ധം പിടിക്കാൻ പോകുന്നത് ഡൽഹിയാണ്. അപ്പം ഡൽഹിയിൽ എങ്ങനെയാണ് ഫൈറ്റ് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പം കേജ്രിവാൾ എന്തിനാണ് ഈ പറയുന്ന രാമക്ഷേത്രവും പൂജയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡൽഹി വോട്ടേഴ്സിനെ പിടിക്കാൻ വളരെ സവിശേഷമാണല്ലോ ഡൽഹിയുടെ ഒരു രീതി. ഡൽഹിയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ആം ആദ്മി പാർട്ടിയെ തിരഞ്ഞെടുക്കുകയും അതേസമയം ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റ സീറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന്. മുഴുവൻ സീറ്റും 7 സീറ്റാണ് ആകെയുള്ളത്. ആ 7 സീറ്റും BJPയുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ പഞ്ചാബിലാകട്ടെ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ 12 സീറ്റും BJPക്കാണ്. 1 സീറ്റ് മാത്രമാണ് ഈ ഭഗവത് മാനായിരുന്നു ആകെ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു MP. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതോടുകൂടി 4 സീറ്റുണ്ടോ? ഇപ്പം പിന്നെ ലോക്സഭയിൽ എത്ര സീറ്റുണ്ട് ആം ആദ്മി പാർട്ടിക്ക്? ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റ് പഞ്ചാബിൽ നിന്നല്ലേ കിട്ടിയത്, ഡൽഹിയിൽ സീറ്റില്ലല്ലോ. എനിക്കൊരു സംശയമുണ്ട്. നോക്കാം. എന്തായാലും ഈ പറയുന്ന ഡൽഹിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഷർ പ്രാക്ടീസ് ആയിരിക്കും പഞ്ചാബിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ എൻ്റെ പിന്നെ അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു പ്രാഥമികമായ ചർച്ച മാത്രമാണ്. ആ ചർച്ച അടുത്ത ദിവസങ്ങളിൽ കാര്യമായി തന്നെ പുരോഗമിക്കും. ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എത്തേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ പാർട്ടിക്കും ഈ പറയുന്ന മമതാ ബാനർജി ബംഗാളിൽ നേരിടുന്ന സാഹചര്യം എന്ന് പറയുന്ന അത്ര അനായാസമായൊരു സാഹചര്യമല്ല. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നേരിടുന്ന സാഹചര്യം അനായാസമായ സാഹചര്യമല്ല. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നേരിടുന്ന സാഹചര്യം അനായാസമായ സാഹചര്യമല്ല. അതുകൊണ്ട് ഈ പാർട്ടികൾക്കെല്ലാം പരമാവധി വോട്ട് ഷെയർസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നീക്കുപോക്കുകൾ ഉണ്ടാക്കേണ്ടി വരും. അവിടെ കോൺഗ്രസ് ഒരു കടുംപിടുത്തത്തിന് നിൽക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. എന്നാൽ ഒരു മാന്യമായ ഷെയർ അവർ ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം 4 or 6 സീറ്റുകളൊക്കെ കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് ബാധ്യസ്ഥമാകും ബംഗാളിൽ. അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് കൊടുക്കാൻ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി നിർബന്ധിതമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുറന്ന മനസ്സോടെ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ ബംഗാളിൽ എത്തുകയാണല്ലോ നാളെ കുച്ച് ബിഹാറിലേക്ക്. അപ്പം ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ മമത പറയുന്നുണ്ട്. പക്ഷേ അറിയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? CPMനെ വിളിച്ചു. മുഹമ്മദ് സലീം സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു. CPMനെ വിളിച്ചു. പക്ഷേ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ പങ്കുചേരാൻ സാധിക്കില്ല എന്ന് നമുക്ക് കേരളത്തിൽ CPMനെ വിളിച്ചപ്പോൾ CPMനോടൊരു പബ്ലിക് കോൾ ഉണ്ടായിരുന്നല്ലോ. 1ാം ഘട്ട ജോഡോ യാത്രയിൽ CPM പങ്കെടുത്തില്ല. പക്ഷേ ബംഗാളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു തടസ്സം വച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഉണ്ണി പറഞ്ഞ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഈ ബീഹാർ, മഹാരാഷ്ട്ര, തമിഴ്നാട്,
തമിഴ്നാട്, ഝാർഖണ്ഡ് എല്ലാം കുളമായി കിടക്കുകയാണെന്നുള്ള ഒരു പ്രതീതിയൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ബീഹാർ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഝാർഖണ്ഡിലൊക്കെ തന്നെയും ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അത് exist ചെയ്യുന്നതാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് സീറ്റ് അല്ല, എന്നാൽ പോലും വലിയ മാറ്റം ഉണ്ടാവില്ല. കാരണം NCP ശക്തി ശോഷിച്ചു, ശിവസേന ശക്തി ശോഷിച്ചു, കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയായി. അപ്പോൾ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം വരുന്നു. എന്നിട്ടും അവിടെ നമ്മൾ സീറ്റ് വിഭജനം വരുന്ന സമയത്ത് തർക്കമുണ്ടാകില്ല എന്നൊരു വാദം എടുക്കാനേ പാടില്ല. ആരും പ്രതീക്ഷിക്കരുത് അത്. അപ്പോൾ തർക്കം ഉണ്ടാവും, പക്ഷേ അത് എത്ര കണ്ട് അകത്താ തർക്കം ഒളിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് വിജയം യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് UP യുടെ കാര്യം ഉണ്ണി പറഞ്ഞല്ലോ. UP കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മാത്രം RLD മാത്രം പോരാ, BSP കൂടി ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. കോൺഗ്രസ് എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളത് കോൺഗ്രസ്സിന് 10 സീറ്റേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. കോൺഗ്രസ് അതിന് സമ്മതമല്ല എന്നാണ്. കോൺഗ്രസ് ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം BSP കൂടി ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സോണിയാഗാന്ധിയും മായാവതിയും തമ്മിൽ നല്ല റാപ്പുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഓർമ്മയില്ലേ, സോണിയാഗാന്ധി നേരെ മായാവതിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബൊക്കെ കൊടുക്കുന്നു, മായാവതി UPA സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാഞ്ചിറാമിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല പെർഫോമർ SP അല്ല. 10 സീറ്റാണ് അവർക്ക് കിട്ടുക. 5 സീറ്റേ ഉള്ളൂ SP. 10 സീറ്റ്, 10 ലോക്സഭാ സീറ്റ് ചില്ലറ കാര്യമല്ല. 2019 ഈ പറയുന്ന ബാലക്കോട്ട്, പുൽവാമയൊക്കെ ഉള്ള ഇലക്ഷനിലാണ് പറയുന്നത് 10 സീറ്റ്. അപ്പോൾ മായാവതിയെ കൂടി കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ 50% മുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വാദം. അവിടെ സീറ്റ് വിഭജനത്തിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. പിന്നെ ഈ ബംഗാളിലേക്ക് തിരിച്ചു വന്നാൽ, ബംഗാളിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം തന്നെ പോയാൽ തന്നെയും അവിടെ CPMൻ്റെ ലെഫ്റ്റ് ഫ്രണ്ട് ഉണ്ട്. CPMൻ്റെ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നേരത്തെ 20% വോട്ട്, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊടിയ അതിക്രമം ഉണ്ടായിട്ട് ഒരു 50-ലധികം പേര് മരിച്ച തെരഞ്ഞെടുപ്പാണത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അവിടെ കൊടിയ അതിക്രമം ഉണ്ടായിട്ട് പോലും 20% വോട്ട് 2-3 ജില്ലകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നിലകൊള്ളുന്ന ഏക സംവിധാനം തൃണമൂൽ കോൺഗ്രസും BJPയും കഴിഞ്ഞാൽ ഏക സംവിധാനം എന്ന് പറയുന്നത് ലെഫ്റ്റ് മാത്രമാണ്. അപ്പോൾ ആ 20% വോട്ട് ഇനി കോൺഗ്രസ് ഇല്ലാതെ ഇനി ഒരു 5-6% കുറച്ചാൽ തന്നെ ഒരു 10-14% CPMൻ്റെ LFന് നേടാനാവുകയാണെങ്കിൽ അവിടെ ത്രികോണ മത്സരം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൈനോറിറ്റി വോട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് BJPക്കായിരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം 2019 അവരുണ്ടാക്കിയിട്ടുള്ള ഒരു കുത്തനെയുള്ള കയറ്റം ഉണ്ടല്ലോ, ആ കുത്തനെയുള്ള കയറ്റത്തിൽ നിന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും അത് പിന്നീട് തെലങ്കാനയിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള കുത്തനെയുള്ള ഉയർച്ച ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചതെങ്കിൽ തെലങ്കാനയിൽ ഠഭേ എന്ന് പറഞ്ഞ് താഴെ പോയി. ബംഗാളിലും ഏതാണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പിന്നോട്ടടിയാണ് കാണിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വരും എന്നറിയില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാമക്ഷേത്ര തരംഗം അതാണ് BJP പ്രതീക്ഷിക്കുന്നത്. ആ പോളറൈസേഷൻ ബംഗാളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ആ ബംഗാളിൽ ഉണ്ടാവുകയാണെങ്കിൽ BJP തൃണമൂൽ പോളറൈസേഷനാണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് അത്രയും മമതാ ബാനർജി ഇപ്പോൾ തൽക്കാലം കോൺഗ്രസ് ഇല്ലെങ്കിലും എനിക്ക് നേരത്തെ ജയിച്ച സീറ്റുകൾ ജയിക്കാനാകും എന്നുള്ളത്. അതുകൊണ്ടാണ് അധീർ രഞ്ജൻ ചൂടായിട്ടുള്ളത്. ഇത് 2019 ഉണ്ടാക്കിയ അതേ ബാനറി തന്നെയാണ്, BJPയെ സഹായിക്കാൻ കൂടിയാണ് എന്ന നിലപാടെടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ 2019 ഈ കുത്തനെയുള്ള കയറ്റം എന്ന് നികേഷ് പറഞ്ഞല്ലോ. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, 22 സീറ്റാണ് മമതാ ബാനർജിക്ക് കിട്ടുന്നത്, 18 സീറ്റാണ് BJP കിട്ടുന്നത്. 4 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 2019 ഈ വലിയ കയറ്റം 2021 നിയമസഭയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ 158 അസംബ്ലി സെഗ്മെൻറ്റ്സിലാണ് പിന്നെ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചത്. 2019 128 അസംബ്ലി സെഗ്മെൻറ്റ്സിലാണ് പിന്നെ BJP ജയിക്കുന്നത്. അതായത് അങ്ങനെ വരികയാണ് എങ്കിൽ ഈ 158 128 സീറ്റാണ് വേണ്ടത് 2021 വരുമ്പോൾ. 77 സീറ്റിലേക്ക് BJP താഴുകയാണ് ചെയ്തത്. അതായത് 2019 നിന്ന് 2021 വരുമ്പോൾ BJPയുടെ വളർച്ച താഴേക്ക് വരികയാണ് ചെയ്തത് എങ്കിൽ കൂടിയും വോട്ടിംഗ് ശതമാനത്തിൽ അവർ വളരെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടി വന്നാൽ മാത്രമേ ഒരു വലിയ
വലിയ വിക്ടറിയിലേക്ക് പോകാൻ പറ്റും. അതൊരു വലിയ വിക്ടറി ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അത് വെച്ചാൽ ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ 2018 കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. പിന്നീട് അട്ടിമറി നടന്നിട്ടാണ് അടുത്ത സർക്കാർ, വേറൊരു സർക്കാർ ഫോം ചെയ്യുന്നത്. 2019 കോൺഗ്രസ് ജയിച്ച ആ സംസ്ഥാനത്ത് 2018 ജയിച്ച സംസ്ഥാനത്ത് 2019 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 51% ഈ പറയുന്ന BJP നേടിയത്. 51% വോട്ട്. അത് പിന്നെ നരേന്ദ്രമോദി വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പ്രചാരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. അതിൻ്റെ ഗുണവും കിട്ടി. 28 സീറ്റാണ് കർണാടകത്തിലുള്ളത്, ലോക്സഭാ സീറ്റാണുള്ളത്. 25 സീറ്റുകളിലേക്ക് പിന്നെ BJP വിജയിച്ചെത്തി. അതായത് 51% എന്ന് പറയുമ്പം 51% എന്ന് പറയുമ്പോഴത്തേക്കും 14-15 സീറ്റിലല്ല വിജയിക്കുന്നത്, മറിച്ച് 25 സീറ്റിലേക്കാണ് വിജയിക്കുന്നത്. വലിയ വിക്ടറിയാണ്. അതായത് ഒരു 3-4% സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഷെയർ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വ്യത്യാസമുണ്ടാകും. അതാണ് ഇപ്രാവശ്യം ഈ കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-5% വ്യത്യാസം വന്നു. ഒറ്റയടിക്ക് 130 സീറ്റിന് മുകളിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബംഗാളിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടി തൃണമൂൽ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യോജിച്ച പ്ലാറ്റ്ഫോമാണ് വരുന്നതെങ്കിൽ ഈ 42 സീറ്റിൽ 2014 ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 32-35 സീറ്റ് വരെയൊക്കെ വേണമെങ്കിൽ പോകാം. ആ ഒരു സാധ്യത മമതാ ബാനർജി തള്ളിക്കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ മമതാ ബാനർജിയും കോൺഗ്രസും ഒരുപോലെ ബാധ്യസ്ഥമാണ്. ശരി, നമുക്ക് വോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ മമതയുണ്ടോ എന്ന ചോദ്യത്തിന് മമതയുണ്ട് എന്ന 3 പേർ അഭിപ്രായപ്പെടുന്നു, ഇല്ല എന്ന് ഒരു സുജയാണല്ലോ ഇല്ല എന്ന്. Meet the editors.